പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പർട്ടിക്കുലറായ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ജോഷുവ ചേട്ടൻ എന്ന് അറിയപ്പെടുന്ന വെള്ളരിക്കുണ്ട് ഇടവക ഫൊറോന പള്ളി ആണെന്ന് ഞാൻ കരുതുന്നത്, തലശ്ശേരി രൂപതയിലെ ഒരു പ്രമുഖനായ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ ഫണ്ടമെൻ്റൽ വിശ്വാസങ്ങൾക്കെതിരായ ആശയങ്ങൾ നിങ്ങൾ ഈ കാണുന്ന ജോ ലൂയിസ് എന്ന് പറയുന്ന ക്ലബ് ഹൗസ് ഐഡിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാളുകൾക്ക് മുമ്പ് അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ തലശ്ശേരി രൂപതയിൽ പരാതി കൊടുക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ക്ലബ് ഹൗസിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നെ വീണ്ടും അദ്ദേഹം ക്ലബ് ഹൗസിൽ വന്ന് തികച്ചും സഭാവിരുദ്ധമായ ആശയങ്ങൾ പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട അനിവാര്യമാണ്. ഇദ്ദേഹം എന്നോട് അവകാശപ്പെട്ടത് ഞാൻ എൻ്റെ ഫൊറോന പള്ളിയായ മേരി ഇടവകയിൽ ധ്യാനം നടത്തിയ ആളാണ്, നിനക്കെന്താണ് വിലയുള്ളൂ, ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മേരിഗിരി പള്ളി ഫൊറോന വികാരി അച്ഛനെയും ഞാൻ ഇതെൻ്റെ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഫാദർ മടത്തിമയിൽ അബ്രഹാം, എൻ്റെ നാട്ടിലെ ഇന്ത്യയിലെ ഇടവകയുടെ വികാരിയാണ്. മേരിഗിരി ഫൊറോന ചർച്ചിൻ്റെ വികാരിയാണ്, തലശ്ശേരി രൂപതയിലാണ്. ഈ ജോഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം ക്ലബ് ഹൗസിൽ നടന്നു. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ക്ലബ് ഹൗസിൽ വെച്ച് ഒരു വിഷയത്തിൽ സാത്താൻ ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയാണ്, സാത്താൻ ഒരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ആർഗ്യുമെൻ്റ് എന്നോട് നടത്തിയ സമയത്ത് ഞാൻ CCCയിൽ നിന്ന് വളരെ വ്യക്തമായി ആ രേഖകൾ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ട് ഞാൻ തലശ്ശേരി ഈ രൂപതയിലെ നിൻ്റെ ഇടവകയിൽ മേരിഗിരിയിൽ നീ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ധ്യാനം നടത്തിയ ആളാണെന്നൊക്കെ അവകാശപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നടക്കുന്നത് CCCയിൽ നിന്ന് വളരെ കൃത്യമായി, ഞാൻ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കും, വളരെ കൃത്യമായി ഞാൻ സാത്താൻ ഒരു വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കുന്ന CCC ഒക്കെ വായിച്ച് കേട്ടതിന് ശേഷമാണ് അയാളിത് പറഞ്ഞത്. അപ്പം ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, ജോയി അച്ഛൻ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ആളുകളെ തിരിച്ചറിയാതെ, വ്യാജം പഠിപ്പിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ ഇടവകയിലൊക്കെ ധ്യാനം നടത്തി കഴിഞ്ഞാൽ വിശ്വാസികൾ മുഴുവൻ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോയാൽ അതിനൊക്കെ ഉത്തരവാദി താങ്കളും താങ്കളുടെ പിതാവായ ജോസഫ് പാമ്പ്ലാനി പിതാവുമൊക്കെ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷുബു പീഡിയക്കൽ എന്ന വ്യക്തി യഹോവ പിശാചാണ്, യാഹുവെ പിശാചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും കത്തോലിക്കരുടെ ദൈവം അള്ളാഹുവാണെന്നും കത്തോലിക്കരുടെ പരിശുദ്ധ കന്യാമറിയം യശേര ദേവിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പെന്തക്കോസ് ചാനലിലിരുന്ന് 2-3 മണിക്കൂർ ചർച്ച നടത്തി. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ അതിശക്തമായ രീതിയിൽ യൂട്യൂബിലൂടെയും ക്ലബ് ഹൗസ് ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടുന്ന, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് ഷിബുവിൻ്റെ റൂമുണ്ട്, എൻ്റെ റൂമുണ്ട്, അവരുടെ റൂമിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഷിബു നമ്മുടെ റൂമിൽ വരാറുണ്ട്, ഞങ്ങൾ ആർഗ്യുമെൻറ്റ് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ക്ലബ് ഹൗസിൽ വെച്ച് വലിയ സംവാദങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബിലൊക്കെ ഷിബു പറയുന്ന ആശയങ്ങൾ തികച്ചും തെറ്റാണെന്നുള്ള രീതിയിലുള്ള എൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുകയാണ്. ഇതിനിടയിലേക്ക് ജോഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്യുന്നു. ജോഷ് പണ്ട് വളരെ തെറ്റായ രീതിയിൽ കത്തോലിക്ക സഭയുടെ ദൈവാവിഷ്കാരം എന്ന ഡോഗ്മാറ്റിക് ഡോക്യുമെൻറ്റിൽ, 2ാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന യാഹുവെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോശ എങ്കിൽ യഹോവ ചെയ്തു എന്ന്, അല്ലെങ്കിൽ ഈജിപ്തിലെ 10 ശിക്ഷകളിലൂടെ അവരെ ശിക്ഷിച്ച് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നതും കാനാൻ ദേശത്തെ ആളുകളെയും ഒക്കെ യഹോവയുടെ നിർദ്ദേശപ്രകാരം കൊല്ലുന്നതുമൊക്കെ സംഭവം യഹോവ ചെയ്തതല്ലെന്നും ഇസ്രായേൽക്കാർ അവരുടെ ഇഷ്ടപ്രകാരം ബൈബിളിൽ എഴുതി ചേർത്തതാണെന്നൊക്കെ പറഞ്ഞ് തികച്ചും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ ദൈവാവിഷ്കാരം എന്ന അപ്പസ്തോലിക് അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിനെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞതിന് വിരുദ്ധമായ വലിയ ആശയങ്ങളൊക്കെ പറഞ്ഞ് യൂണിവേഴ്സലിസത്തെയും ഷിബു പീഡിയക്കലൊക്കെ പറയുന്നത് പോലെ ബൈബിളിൽ മാനുഷികമായ കാര്യങ്ങളുണ്ട്, അത് യഹൂദർ അവരുടെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങൾ എഴുതി ചേർത്തുന്നുള്ള ആശയങ്ങൾ പറഞ്ഞ് നടക്കുകയും വളരെ തെറ്റായ രീതിയിൽ കത്തോലിക്ക സഭയെ വെളുപ്പിക്കാനും ഒക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് അതിരൂക്ഷമായ ഭാഷയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോബിൻ അച്ഛനെ പോലെയുള്ള അച്ഛന്മാർക്ക് പെണ്ണ് പിടിക്കാൻ മെഴുകുതിരി കത്തിച്ച് പിടിക്കുന്നവനാണ് ജോഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിമർശിച്ചു. ഇത് ഏകദേശം അതേപോലത്തെ ഉള്ളൊരു വ്യക്തിയാണ്
ജോഷ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ ഇയാൾ ഈ ജോഷ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ഈ കാണുന്നത് ഇത് ഏഷ്യാനെറ്റ് ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, ചാനൽ റിപ്പോർട്ടർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അത് ഷെക്കിന ടി വിയിലോ ഫേസ്ബുക്കിലോ കണ്ട് വന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ കത്തോലിക്ക ചാനലുകളായ ഷെക്കിന ടി വിയിലും ഒക്കെ വലിയ അഭിമുഖങ്ങളൊക്കെ നൽകുന്ന വളരെ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ജോഷ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇത്തരം ആളുകൾ എങ്ങനെയാണ് സഭയെ നശിപ്പിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ജോഷ് പറഞ്ഞ ഒരു പോയിൻ്റാണ്, ഒരു സാമ്പിൾ ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പം യേശു, ഹോളി ട്രിനിറ്റി അല്ലെങ്കിൽ വചനമാകുന്ന ദൈവം, ഷിബു പീഡിക്കൽ എന്താണ് പറയുന്നത്? പഴയ നിയമത്തിലെ യാഹുവ എന്ന നാമത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവമെന്നും, യാഹുവ ഒരു ഗോത്ര ദൈവമാണെന്നും ഒരു പിശാചാണെന്നും ഒരു ദൂതൻ മാത്രമാണെന്നും ഒക്കെ പറഞ്ഞ് വലിയ ആശയപദം നടത്തി പല കത്തോലിക്കരെയും അദ്ദേഹത്തിൻ്റെ അടിമകളായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്നവരായി മാറ്റിയപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഒരു ചാനലിലിരുന്ന് യേശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ യഹോവ ഉണ്ടെന്നൊക്കെ ഒരു പെന്തക്കോസ് സഹോദരൻ ഡിഫെൻഡ് ചെയ്തപ്പോൾ ഷിബു പീഡിക്കൽ അതിനെ തള്ളി, ആ അർത്ഥമൊക്കെ തള്ളി ഭയങ്കര അല്ലെങ്കിൽ ഷിബുവിൻ്റെ ആശയങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊക്കെ റൂമൊക്കെ ഇട്ടും യൂട്യൂബിലൂടെയൊക്കെ അതിന് മറുപടി കൊടുക്കുമ്പോൾ ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ജോഷുവ എന്ന് പറഞ്ഞ വ്യക്തി ഷിബു പീഡിക്കലിനെ പരോക്ഷമായി സംരക്ഷിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ. മാത്രമല്ല ഈ ജോഷുവ അല്ലെങ്കിൽ യേശുവ അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്ന യഹോഷുവ എന്നാണ് അതിന്റെ വിശദീകരിച്ചുള്ളത്. അത് യഹോവ രക്ഷയാകുന്നതല്ല, ദൈവം രക്ഷയാകുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. അല്ല അപ്പോൾ യഹോവ രക്ഷ എന്നല്ല, ദൈവം രക്ഷയാണ്. അപ്പോൾ യഹോവയല്ലേ ജോഷെ നിൻ്റെ ദൈവം? യാഹുവേ അല്ലേ നിൻ്റെ ദൈവം? എൻ്റെ ചോദ്യം ഇതാണ്. CCCയിൽ ഇയാൾ ഒരു സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ CCCയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ CCC കത്തോലിക്ക സഭയുടെ വേദോപദേശം 2666 എഴുതി ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവപുത്രൻ തൻ്റെ മനുഷ്യാവതാരം സ്വീകരിച്ച യേശു എന്ന പേരിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ദൈവനാമം മനുഷ്യാദരങ്ങൾക്ക് അവാജ്യമാണ്. എങ്കിലും മനുഷ്യ സ്വഭാവം സ്വീകരിക്കുക വഴി ദൈവവചനം അത് നമുക്ക് കൈമാറും. തന്മൂലം നമുക്ക് ആ പേര് വിളിച്ചപ്പോൾ യേശു, യാഹുവെ രക്ഷിക്കുന്നു, യേശു എന്ന പേരെല്ലാം ഉൾക്കൊള്ളുന്നു. അപ്പോൾ യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് കത്തോലിക്കർ യഹോവ എന്നല്ല യാഹുവെ എന്നാണ് CCCയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇവൻ പറയുകയാണ് ദൈവം രക്ഷിക്കുന്നു എന്ന്. അപ്പം മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ വരെ കവച്ചു വെക്കുന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോഷ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ജോഷിനെ പോലുള്ള ആളുകളെ തലശ്ശേരി രൂപത പ്രൊമോട്ട് ചെയ്യുമ്പോൾ തലശ്ശേരി രൂപതയിലെ വിശ്വാസികളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ഒക്കെ ഉള്ളിലേക്ക് തെറ്റായ പഠനങ്ങളും സഭാവിരുദ്ധമായ യൂണിവേഴ്സലിസത്തിന്, നമുക്കറിയാം ഒരു പ്രമുഖനായ വൈദികൻ വന്ന് ഏറ്റവും കൂടുതൽ ജോഷ് സപ്പോർട്ട് ചെയ്തൊരു വൈദികനാണ്, ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സണലായെന്ന വളരെ തെറ്റായ ഒരു സെമിനാരി റെക്ടർ വളരെ തെറ്റായ പോളാനൻ മാർപ്പാപ്പയുടെയും കത്തോലിക്ക സഭയുടെ ഡോഗ്മാറ്റിക് തിയോളജിക്കും എതിരായി പറഞ്ഞപ്പോൾ ക്ലബ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ആ അച്ഛന് വേണ്ടി വാദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ആളാണ് ഈ ജോഷുവേട്ടൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഡോഗ്മാറ്റിക് തിയോളജിയിൽ പോലും വെള്ളം ചേർത്ത് സഭാവിശ്വാസികളിലേക്കും സഭയിലെ വേദപാഠ വിദ്യാർത്ഥികളെയും ഒക്കെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജോഷ് എന്ന് മനസ്സിലാക്കണം. ഇവരെ പോലെയുള്ള വ്യക്തികളെ തലശ്ശേരി രൂപതയുടെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക്, അൽമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ രൂപതയെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതയാണ് ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവെ താങ്കൾ ചെയ്യുന്നത് എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ പബ്ലിക്കായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സഭയ്ക്കുള്ളിലേക്ക് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ സഭാസ്നേഹിയുടെ വേഷത്തിലാണ് യൂദാസുമാർ, സഭയിൽ ഉള്ളിലുള്ള യൂദാസുമാർ നുഴഞ്ഞു കയറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളീ കാണുന്നത്, നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്, ഞാനൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങളീ കാണുന്നത് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്. മണിപ്പൂർ കലാപത്തോട് കേരള കൈസോർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോഷേട്ടൻ, നമ്മുടെ ജോഷ് ലൂയിസ് എന്ന് പറയുന്ന ഈ വ്യക്തി
പറയുന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേട്ടോളൂ. പിള്ളേരെ കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ പറയും ആന്തരികമായി ഭാഗ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഭിന്നതകൾ കൂട്ടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലല്ലോ ഇത്. അതിനൊരു പരിധിയുണ്ട്. KCBC പ്രതികരിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് പ്രതികരിക്കേണ്ട വിധത്തിൽ പക്വമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ വേണ്ട പ്രതികരണം ചെയ്യേണ്ടത്, അപ്പം നിങ്ങളിവിടെ കേട്ടത് ഈ രീതിയിൽ ഇത് ശരിക്കും ഞാൻ പാമ്പ്ളാനി പിതാവ് പക്വമായിട്ടല്ല പ്രതികരിച്ചത് എന്നല്ല പറയുന്നത്. ഇതുപോലെ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കും ഡോഗ്മകൾക്കും എതിരെ ആളുകളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഈ വ്യക്തിയൊക്കെ എങ്ങനെയാണ് സഭയിൽ പ്രമുഖ സ്ഥാനങ്ങളിൽ വരുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയാണ് പല വിഷയങ്ങളിലും സഭാപിതാക്കന്മാരെയൊക്കെ അമിതമായ മുഖസ്തുതി നടത്തിക്കൊണ്ട് തങ്ങൾ എന്തോ വലിയ സഭയുടെ ആളാണെന്നും സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ സഭയുടെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിനി ഈ ജോഷ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എല്ലാ ക്ലിപ്പുകളും ഞാൻ കേൾപ്പിക്കുന്നില്ല. കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. ചില ക്ലിപ്പുകൾ എൻ്റെ കയ്യിൽ ഇല്ല താൻ. എങ്കിലും എൻ്റെ ഉത്തമമായ മനസാക്ഷിയിൽ ജോഷ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആരംഭിക്കുകയാണ്. ഈ കാണുന്നത് ഏതേൻ തോട്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ പറദീസ എന്ന് പറയുന്ന ഒരു ക്ലബ് ഹൗസ് റൂമിലിരുന്ന് ഞാൻ അവരുമായിട്ട് കത്തോലിക്ക വിശ്വാസം സംവേദിക്കുന്ന സമയത്ത് ജോഷ് ഹാൻഡ് റൈസ് ചെയ്ത് മുകളിൽ കയറി വന്നിട്ട് എന്നെ എതിർത്തുകൊണ്ട് കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി പാമ്പ്ളാനി പിതാവിൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളാണെന്നും പാമ്പ്ളാനി പിതാവ് പറഞ്ഞു, മൈക്കിൾ കാരിമറ്റം അച്ഛൻ ഞങ്ങളെ തിയോളജി പഠിപ്പിച്ചു, പിതാവ് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാച് ഒരു വ്യക്തിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തിരി ആർഗ്യുമെൻറ്റിനൊന്നും പോകാതെ ഞാൻ CCC 391 എടുത്ത് വായിച്ച് കേൾപ്പിച്ചു. ഞാൻ നിങ്ങളെയും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിനെതിരായി നമ്മുടെ ആദ്യ പിതാക്കന്മാർ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകുലുഷമായൊരു സ്വരം പതിക്കുന്നു. വിശ്വലിഖിതങ്ങളിലും സഭാപാരമ്പര്യത്തിലും ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തിൽ നിബന്ധിച്ച മാലാഖയെ തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്ന പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. അപ്പോൾ മാലാഖ ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ് എന്നുള്ള അർത്ഥത്തിൽ ആരാണ് നിബന്ധിച്ച മാലാഖയായ സാത്താൻ ഒരു പേഴ്സണാണ്. അപ്പം വ്യക്തി ആണ് എന്ന് നമ്മൾ കൃത്യമായി കത്തോലിക്ക വിശ്വാസം, ദൈവം ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു പേഴ്സണാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മാലാഖമാരും ഒരു പേഴ്സണാണ്. എന്താണ്? ഫ്രീ വില്ലുള്ള, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ഇത് അല്ല എന്ന് പറയുമ്പോൾ എന്താണ് യൂണിവേഴ്സലിസത്തിൻ്റെ ഒക്കെ ഞാൻ ഒരു വളരെ ദുഃഖത്തോടെ വരട്ടെ, ഗുഡ് ന്യൂസ് സെമിനാറിൽ വിദേശത്തുള്ള ഒരു ഗുഡ് ന്യൂസ് സെമിനാരിയിലെ റെക്ടറായിരുന്ന ഒരു വൈദികനോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ വൈദികൻ എന്നോട് പറഞ്ഞതാണ്, സാത്താൻ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവണതയാണ്, അത് ദൈവമല്ല എന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവമല്ല, ഒരു വ്യക്തിയല്ല, അതൊരു നമ്മുടെ മനസ്സിൻ്റെ ഒരു തിന്മയിലേക്കുള്ള പ്രവണതയാണെന്നൊക്കെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വളരെ തെറ്റായ രീതിയിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ കത്തോലിക്ക സഭയിലുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആദവും ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാണെന്നൊരു വ്യക്തി പറഞ്ഞത്. മറ്റൊരു സെമിനാരി റെക്ടർ മറ്റൊരു സെമിനാരി റെക്ടർ തന്നെ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിലെ കഥാവിവരണമൊക്കെ ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദർക്ക് യാഹോവയിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ നാടോടി കഥകളിൽ നിന്ന് അവരുണ്ടാക്കി വെച്ച ഒരു കഥ മാത്രമാണ്, അതിനൊരു ഹിസ്റ്റോറിസിറ്റിയുമില്ല, ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ആഗോള കത്തോലിക്ക സഭയിലേക്ക് 2000 വർഷത്തെ അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ ഭാഗമായി സഭ തെറ്റാവരത്തോടുകൂടി ഡോക്മകളായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന അനേകം കാര്യങ്ങളിലേക്ക് വ്യാജ ഉപദേശങ്ങൾ കയറ്റി സഭയുടെ ഉറകെടുത്തി കളയുന്ന പ്രവർത്തനം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയാണ് ജോഷിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ കൃത്യമായി തിരിച്ചറിയണമെന്ന് പറയാനാണ്. അപ്പോൾ എന്താണ്, സാത്താൻ ഒരു വ്യക്തിയല്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇനി ഈ യാഹ്വേ എന്ന വിഷയം അപ്പോൾ ഇവരുടെ പറയാതെ പറയുകയാണ്, ഇസ്രായേൽക്കാരുടെ ദൈവത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ യേശു എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കുന്നുവെന്നാണ്, യാഹ്വേ രക്ഷിക്കുന്നുവെന്നല്ല എന്ന് പറയുമ്പോൾ കത്തോലിക്കരുടെ ദൈവമാരാണ്. ശുഭപീഡിക്കലിന് അനുകാലികളായ കത്തോലിക്കർ ആയ പല ആളുകളുണ്ട്, പല പ്രമുഖരായ ആളുണ്ട്. അവരുടെ എല്ലാ നിലപാട് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് YHWH എന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ അല്ലെ മോശയുടെ മുന്നിൽ അക്റ്റിനാവായി പ്രത്യക്ഷപ്പെട്ട
ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, പുതിയ നിയമത്തിലെ ശുഭപീഠിക്കൽ പറയുന്ന അത്യുന്നതനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതാണ് പറയുന്നത്. ഇതിൽ ഇങ്ങനെ പറയുന്ന വളരെ ആളുകളുണ്ട്. ഇവർക്ക് വേണ്ടി പരോക്ഷമായി പണിയെടുക്കുന്ന, വളരെ വ്യക്തമായ നിലപാടെടുക്കുന്ന ആളുകളാണ് ജെ എന്നൊക്കെ പറഞ്ഞ ഐഡിയയിൽ വരുന്ന കുറേ വ്യാജന്മാർ. കത്തോലിക്ക സഭയുടെ സംരക്ഷകരായി ക്ലബ് ഹൗസിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജന്മാരാണ്. അപ്പോൾ ഞാൻ തോന്നുന്നു മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തി. ഹീബ്രുവിലുള്ള യാഹുവെ YHWH എന്ന അവാജ്യനാമം പഴയ നിയമത്തിലെ ഗ്രീക്ക് പരിഭാഷ ക്യൂരിയോസ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദം എന്ന നിലയിൽ കർത്താവ് എന്ന നാമം ചിരസ്പർശം നേടി. പുതിയ നിയമത്തിലാകട്ടെ പിതാവിനെയും പിന്നെ നൂതനമായി യഥാർത്ഥ ദൈവം തന്നെയായിരിക്കുന്ന യേശുവിനെയും സൂചിപ്പിക്കാൻ കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് YHW എന്ന് പറഞ്ഞാൽ യാഹുവെ എന്ന് കത്തോലിക്ക സഭ വിളിക്കുന്ന പദം എന്താണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇനി 449 കർത്താവ് എന്ന ദിവ്യനാമം ഉപയോഗിച്ച് ഈശോയെ സംബോധന ചെയ്യുമ്പോൾ സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രഥമ പ്രഖ്യാപനം ആരംഭം മുതലേ പിതാവായ ദൈവത്തിന് അർഹമായ ശക്തിയും ബഹുമാനവും മഹത്വവും ഈശോയ്ക്കും അർഹമാണെന്ന് ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. അപ്പോൾ യേശു തന്നെയാണ് ഇസ്രായേൽക്കാരുടെ ദൈവമായ ഹോളി ട്രിനിറ്റിയിലെ വചനമാകുന്ന ദൈവം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് എന്ന് വളരെ കൃത്യമായി പറയാനും യേശുവിനെ യാഹുവെ എന്ന് വിളിക്കാൻ സാധിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഇവിടെ തരുന്നത്. ഇനി ഇപ്പോൾ ഇവർക്ക് പറയാം പിതാവായ ദൈവത്തിനെ പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ വിളിച്ച ഒരു പേര് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവമെന്ന് ഇവർക്ക് പറയാൻ പറ്റും. ഇനി കത്തോലിക്ക സഭ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? 205 CCC 205 കത്തിച്ചൊലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞ് ചാമ്പലാകുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയോട് വിളിച്ചു. ഇതാരാണ്? മുൾപ്പടർപ്പിൻ്റെ മുന്നിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് യാഹുവയാണ്. ആ YHW എന്ന ടെട്രാഗ്രാമിൽ ഹീബ്രു ബൈബിൾ എഴുതി വെച്ച് യാഹുവയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ അത് അംഗീകരിക്കുകയാണ്. കത്തിച്ചൊലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞ് ചാമ്പലാകുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്. പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങൾ അവരെ നയിക്കുകയും ചെയ്തവർ. വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന്. അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുവാനാണ് അവരുടെ പിൻഗാമികളെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാലാതീതമായി ഇത് ചെയ്യാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവ്വശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുന്നു. അപ്പം വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദാന ദേശത്തേക്ക് നയിച്ച, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി നയിച്ച ആ യാഹുവെ എന്ന YHWH എന്ന് ഹീബ്രു എഴുതുന്ന ദൈവം തന്നെയാണ് കത്തോലിക്ക സഭയുടെ ദൈവമെന്ന് അസന്നിഗ്ധമായി സഭ പറയുന്നതാണ്. ഇതല്ല എന്നാണ് ചില പ്രമുഖരായ സോഷ്യൽ ക്ലബ് ഹൗസിലിരിക്കുന്ന ചില കത്തോലിക്ക സ്പീക്കേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു വ്യക്തമായ ഉദാഹരണമാണ് ജോഷ് എന്ന് പറയുന്നത്. എന്താണ് ജോഷ് അവിടെ നേരിട്ട് പറയുന്നില്ല, പക്ഷെ ജോഷ് എന്താണ് ചെയ്യുന്നത്? ജോഷ് വളരെ വിദഗ്ധമായിട്ട് യേശു എന്ന് പറഞ്ഞാൽ യാഹുവെ രക്ഷിക്കുന്നു എന്നല്ല, ദൈവം രക്ഷിക്കുന്നു എന്ന് മാത്രമാണെന്നും യാഹുവെ അല്ല യേശു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്നും പറയുന്നതാണ് നിങ്ങളിവിടെ കേട്ടത്. ആ ക്ലിപ്പ് നിങ്ങളൊന്നും കൂടെ കേട്ടു. ഇയാൾ എത്ര ഈ തന്ത്രങ്ങൾ നേരിട്ട് ഇവന്മാരാരും നേരിട്ട് ഞങ്ങളുടെ ദൈവം യഹോവ അല്ല എന്ന് പറയാനുള്ള ധൈര്യമുള്ളവന്മാരല്ല. പക്ഷേ ഇവർ ക്ലബ് ഹൗസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് കേട്ടു. മാത്രമല്ല ഈ യോശുവ അല്ലെങ്കിൽ യേശുവ അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്ന യഹോഷുവ എന്നാണ് അതിൻ്റെ വിശദീകരിച്ചുള്ളത്. അത് യഹോവ രക്ഷയാകുന്നതല്ല, ദൈവം രക്ഷയാകുന്നതാണ് വാക്കിൻ്റെ അർത്ഥം. ഇതാണ് ഇയാളുടെ തന്ത്രം. ഇയാൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഈ കാണുന്ന ഇതിൽ സൺഡേ സ്കൂൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഇയാൾ പഠിപ്പിക്കുന്ന ഇതാണോ? ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവെ ഇയാൾ പഠിപ്പിക്കുകയാണ് യാഹുവെ രക്ഷിക്കുന്നു എന്നല്ല യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. CCC 2666 പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഇയാൾ പഠിപ്പിക്കുന്നത്. ഇയാളെയാണോ സൺഡേ സ്കൂൾ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? സാത്താൻ ഒരു വ്യക്തിയല്ല, സാത്താൻ ഒരു ശക്തി മാത്രമാണ്. ഇതാണോ പഠിപ്പിക്കുന്നത്? ബൈബിളിൽ അനേകം കാര്യങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായി യഹൂദർ തങ്ങളുടെ ഇഷ്ടപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണോ സൺഡേ സ്കൂൾ? ഇയാൾ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അല്ല, ടീച്ചേഴ്സിന് വരെ സെമിനാർ എടുക്കുന്ന പ്രമുഖനാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണോ തലശ്ശേരി രൂപതയിലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുന്നത്? എൻ്റെ ചോദ്യമാണ്. ഇനി ഇതൊന്ന് യാഹുവെ. ഇനി അതേ 205 പറയണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്താണെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം?
ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാനാകുന്നു, ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്ന് നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ പക്കലേക്ക് ദൈവം അബ്രാഹത്തിന് ഇസ്ഹാക്കിൻ്റെ ദൈവമായ YHWH എന്ന് ഹീബ്രു ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന യാഹ്വേ എന്ന് കത്തോലിക്കർ വിളിക്കുന്ന, യഹോവ എന്ന് പ്രൊട്ടസ്റ്റന്റ് ലോകം വിളിക്കുന്ന ആ എൻറ്റിറ്റി തന്നെയാണ് കത്തോലിക്കരുടെ ദൈവം എന്ന് അസന്നിഗ്ധമായി ശുഭൂപീഡിക്കലിൻ്റെ ആശയങ്ങളും അതും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇസ്രായേൽക്കാരുടെ ദൈവമല്ല എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ തട്ടിപ്പ്. ഇനി 209 ദൈവത്തിൻ്റെ പരിശുദ്ധിയോടുള്ള ഭയം നിമിത്തം ഇസ്രായേൽ ജനം അവിടുത്തെ നാം ഉച്ചരിക്കാറില്ല. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തിരുനാമത്തിന് പകരം കർത്താവ് എന്ന ദൈവിക സംജ്ഞ ഹീബ്രുവിൽ അടനായി, ഗ്രീക്കിൽ ക്യൂരിയോസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ സംജ്ഞയാണ് യേശുവിൻ്റെ ദൈവത്വം പ്രഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കത്തോലിക്കർ യാഹ്വേ എന്നോ യഹോവ എന്നോ തങ്ങളുടെ ലിറ്റർജിയിലൊന്നും ഉപയോഗിക്കാറില്ല. അതിന് കാരണം എന്താണ്? സെപ്റ്റ്യൂജിൻ്റെ ട്രഡീഷൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ യാഹ്വേ എന്ന നാമം അതിവിശുദ്ധമായതുകൊണ്ട് യഹൂദർ ഉപയോഗിക്കാത്തതുപോലെ തന്നെ യഹൂദ ട്രഡീഷൻ കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒരു ഡിക്രിയിലൂടെ നമുക്കെല്ലാം അറിയാം. അതിൻ്റെ അർത്ഥം നമ്മളുടെ ദൈവത്തിൻ്റെ പേര് യാഹ്വേ എന്നല്ല YHWH എന്നല്ല. നമ്മുടെ ദൈവത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ഞാൻ ആകുന്നു എന്നർത്ഥം വരുന്ന യാഹ്വേ എന്ന അർത്ഥമാണ്. ഈ അർത്ഥം ഹീബ്രുവിലുള്ള എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട്. യോഹന്നാൻ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, എസക്കിയേൽ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, മോശ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു അർത്ഥമുള്ള പേരുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ദൈവത്തിൻ്റെ പേരിന് ഏറ്റവും കൃത്യമായ അർത്ഥം വരുന്ന YHWH എന്ന ടെട്രാഗ്രാമിൽ എഴുതിയിരിക്കുന്ന യാഹ്വേ എന്ന പേരാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 206 യാഹ്വേ YHWH ഞാനാകുന്നു എന്ന എൻ്റെ നിഗൂഢനാമം വെളിപ്പെടുത്തുക വഴി ഞാൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണം ദൈവം നമ്മെ അറിയിക്കുന്നു. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടത് യാഹ്വേ എന്ന നാമത്തിലാണ് എന്ന് പറയുന്നു. ഇത് CCC 206 കത്തോലിക്ക സഭയുടെ വേദോപദേശമാണ്. ഈ കത്തോലിക്ക സഭയുടെ വേദോപദേശത്തെ തിരുത്തി മാർപ്പാപ്പയെ സുവിശേഷം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവനാണ് ജോഷ്. ഇവനെ പോലെയുള്ള ആളുകളെയാണ് തലശ്ശേരി രൂപതയിലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാനും ഫൊറോന പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാനും വിളിക്കുന്നതെന്ന് പറയുമ്പോൾ തലശ്ശേരി രൂപതയെ ഓർത്ത് എനിക്ക് വളരെ ദുഃഖമുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവിൻ്റെയും തലശ്ശേരി രൂപതയിലെ വൈദികരുടെയും നമ്മുടെ പ്രത്യേകിച്ച് എൻ്റെ ഇടവക വികാരിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഫാദർ മടത്തിമയിൽ അബ്രഹാം അച്ഛൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ ഈ കാര്യം പബ്ലിക്കായിട്ട് പെടുത്തുകയാണ്. എന്തുകൊണ്ട് പബ്ലിക്കായി പെടുത്തുന്നു പറഞ്ഞാൽ ഇദ്ദേഹം സംസാരിക്കുന്നത് പബ്ലിക്കായിട്ടാണ്. സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായി നിരവധി റൂമുകളിൽ പോയിരുന്ന് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ, ക്ലബ് ഹൗസ് പോലെ സോഷ്യൽ മീഡിയയിലൂടെ സഭാവിരുദ്ധമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ സഭാവിരുദ്ധനായി പ്രഖ്യാപിക്കുകയും ഞാൻ പാമ്പ്ലാനി പിതാവ് എന്നോട് പറഞ്ഞതാണ്, എന്നെ ഇത് പഠിപ്പിച്ചത് ഞാൻ രൂപതയിൽ ധ്യാനം നടത്തുന്നതാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഈ സാത്താൻ ഒരു ശക്തി മാത്രമാണ്, ഒരു വ്യക്തിയല്ല എന്ന് പാമ്പ്ലാനി പിതാവ് ഞങ്ങളുടെ തിയോളജി ക്ലാസ് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. POC ഇയാൾ പറയുന്നതാണ്. POC ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ഥലത്തും എഴുതി വെച്ചില്ല, ആമുഖത്തിൽ എഴുതി വെച്ചിട്ടില്ല ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ലാന്ന്. എന്നാൽ ആമുഖത്തിൽ ശരിക്കും എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇയാൾ ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സണൽ എന്നും പോളിജെനിസിസ് എന്ന് പറയുന്ന ആശയത്തെ അഗസ്റ്റിൻ പാമ്പ്ലാനി അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ സംസാരിച്ചിട്ട് ഇയാൾ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ POCയുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതാണ് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ചരിത്രത്തിലെ 2 വ്യത്യസ്ത ഘട്ടങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നത്. POC ബൈബിളിൻ്റെ ഉൽപ്പത്തിയുടെ ആമുഖമാണ്. BC 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രാഹത്തിൻ്റെ വിളിയാണ് ബൈബിളിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നവരുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ദൈവ മനുഷ്യ ബന്ധ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ചരിത്രമാണ് എന്നാണ്. അപ്പോൾ ആദവും അവയും ഉണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ 2 വ്യക്തികൾ, ആ പേര് ചിലപ്പോൾ ആദെന്നോ അവ എന്നൊന്നും അറിയില്ല, 2 വ്യക്തികളിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ ഭൂമിയിലേക്ക് വ്യാപിച്ചത്. ദൈവം സൃഷ്ടിച്ച 2 വ്യക്തികൾ. നോക്കുക, അപ്പോൾ ഈ ആദവും അവയും ജീവിച്ചിരുന്നില്ല, പോളിജെനിസിസ് ആണ്. ചൈനയിൽ ചൈന കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി, അമേരിക്കയിൽ അമേരിക്കൻ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നൊക്കെയുള്ള വിവരക്കേട് വലിയ സെമിനാറി റക്ടർമാരൊക്കെ ഒന്ന് വന്ന് വിളിച്ചു പറയുമ്പോൾ കത്തോലിക് സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കും പോളാണ് മാർപ്പാപ്പയുടെയൊക്കെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ചാക്രിയ ലേഖനങ്ങൾക്കും എതിരെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തലശ്ശേരി രൂപതയിലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാമ്പ്ലാനി പിതാവിൻ്റെ ഏറ്റവും അടുത്തയാളും പാമ്പ്ലാനി പിതാവ് നേരിട്ട് തിയോളജി പഠിപ്പിച്ചെന്ന്
എന്ന് പറയുന്ന ഈ ജോഷിനെ പോലെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ളിലേക്ക് ലിബറൽ തിയോളജിയുടെയും പൈശാചിക ബൈബിൾ വ്യാഖ്യാനങ്ങളുടെയും ഒരു വിഷം കുത്തിക്കയറ്റുന്നവരാണെന്നും സഭയെ ഉറകെടുത്തി കളയുകയാണ് എന്നും തിരിച്ചറിയുന്നുകൊണ്ടാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആമുഖം, POC ബൈബിളിൻ്റെ ആമുഖമാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്ന ദീർഘകാലഘട്ടത്തിൻ്റെ മനുഷ്യബന്ധ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ. ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല. ആലങ്കാരിക ശൈലി സമകാലികർക്ക് മനസ്സിലാകുന്ന ലളിതവും മനോഹരമായി ഭാഗം രചിച്ചിരിക്കുന്നു. ആലങ്കാരിക ശൈലിയാണ്, ഒരു കഥാകഥന രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നല്ല. ആദം എന്ന് പറഞ്ഞൊരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആദത്തെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 2 വ്യക്തികളിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ ഈ ഭൂമിയിൽ വന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. സഭ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പോളിജെനിസിസ്, മോണോജെനിസിസ് അല്ലെങ്കിൽ ആദവും ഹവ്വയും എന്ന 2 വ്യക്തികളാണ് മനുഷ്യവംശം ഉണ്ടായതെന്ന് പകരം ഒരു കൂട്ടം മനുഷ്യരിൽ നിന്നാണ് മനുഷ്യവംശം ഉണ്ടായതെന്ന് പറയാനുള്ള റൈറ്റ് ഒരു കത്തോലിക്ക വിശ്വാസിക്കില്ല എന്ന് പോളാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന മറ്റൊരാശയമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ലിബറൽ തിയോളജിയുടെയും വ്യാജമായ ബൈബിൾ വ്യാഖ്യാനത്തിൽ സഭാവിരുദ്ധമായ ഡോഗ്മാറ്റിക് തിയോളജിക്കും എതിരായ ആശയങ്ങളാണ് ഈ ജോഷ് എന്ന് പറയുന്ന വ്യക്തി കത്തോലിക്ക സഭയുടെ പാംബ്ലാനി പിതാവിൻ്റെ കൂടെ പാംബ്ലാനി പിതാവ്, ഈ ഞാൻ എക്സാജറേറ്റ് തമാശയായിട്ട് പറയുന്നതാണ്, ട്രോളായിട്ട് പറയുന്നതാണ്, എങ്കിൽ പോലും ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ജോഷിനെ കണ്ടില്ലെങ്കിൽ പാംബ്ലാനി പിതാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അത്ര പ്രമുഖരാണെന്നാണ് പറയുന്നത്. ശരിയാണ്, ഇയാൾ വളരെ ഫേമസ് ആണ്. ഏഷ്യാനെറ്റിലും സഭയുടെ ചാനലുകളിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അത് നമ്മൾ നിഷേധിക്കേണ്ട. ഇനി നമ്മൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം, ഇപ്പോൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും സാധാരണ വിശ്വാസികൾക്ക് ദൈവം ചെയ്തത് തെറ്റായിട്ട് തോന്നാം. അത് ന്യായമാണ്. ദൈവം കൊല്ലാൻ പറയുന്നു, ദൈവം സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നു, കുട്ടികളെ ആവാലവൃത്തം കുട്ടികളെ നശിപ്പിക്കും, ജെറീക്കോ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചില സംശയങ്ങൾ തോന്നാം. അപ്പോൾ ഇവിടെ സഭ നമ്മളെ കർത്താവിൻ്റെ വചനം എന്ന ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ? ഇതാണ് കർത്താവിൻ്റെ വചനം എന്ന ചാക്രിയലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ വെർബം ഡോമിനിൻ എന്ന് പറയുന്ന ഈ ബെനഡിക്ട് 16-ാം മാർപ്പാപ്പയുടെ ഈ ചാക്രിലേഖനം നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വത്തിക്കാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ 42-ാമത് സ്ക്രീൻഷോട്ടിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വായിക്കാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യുമ്പോൾ ബൈബിളിലെ ചില പാഠഭാഗങ്ങളിൽ കാണുന്ന അക്രമവും അസന്മാർഗതയും ആ പാഠഭാഗങ്ങളെ അവ്യക്തവും ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാക്കി തീർക്കുന്നു എന്നത് സിനഡ് ചർച്ച ചെയ്തു. ഇവിടെ നാം ഓർമ്മിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബൈബിളിലെ വെളിപാട് ചരിത്രത്തിൽ ആഴത്തിൽ വേറിട്ടുള്ളതാണ് എന്നത്ര. ദൈവത്തിൻ്റെ പദ്ധതി പടിപടിയായിട്ടാണ് വെളിപ്പെടുന്നത്. മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുകൂടി പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ വെളിപ്പെടുത്തൽ പൂർത്തിയാക്കപ്പെട്ടുള്ളത്. ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. അവർക്ക് മാർഗദർശനം നൽകുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ക്ഷമാപൂർവ്വം ദൈവം ശ്രമിച്ചു. വിദൂരമായ കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ വിധമാണ് വെളിപാട് ഉണ്ടായിട്ടുള്ളത്. വിദൂരമായ കാലഘട്ടങ്ങളിലെ സാംസ്കാരികവും ധാർമ്മികവുമായ തലങ്ങൾക്ക് അനുയോജ്യമായ വിധമാണ് വെളിപാട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കൃത്യങ്ങളുടെ അസന്മാർഗതയെ തുറന്ന് തള്ളിപ്പറയാതെ ചതി, കൃത്രിമം, ക്രൂരകൃത്യങ്ങൾ, കൂട്ടക്കൊല തുടങ്ങിയ സംഭവങ്ങളെയും ആചാരങ്ങളെയും വിവരിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വിശദീകരിക്കാനും എങ്കിലും ഇന്നത്തെ അനുവാചകർക്ക് ഇത് സംഭ്രമം ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ചും നൂറ്റാണ്ടുകളിലൂടെ നടത്തിയിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിലും നടക്കുന്ന അനേകം ഇരുണ്ട സംഭവങ്ങൾ കണക്കിലെടുക്കാത്തവരാണ് അവരെങ്കിലും. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ വാക്കുകൾ എല്ലാത്തരം അനീതിയും അക്രമങ്ങൾക്കും ശക്തമായി വെല്ലുവിളിച്ചിരുന്നു. അക്രമവും അനീതിയും ഒരു വ്യക്തിയുടേതാകട്ടെ സമൂഹത്തിൻ്റേതാകട്ടെ അതിനെ പ്രവാചകന്മാർ ചോദ്യം ചെയ്യുന്നു. അപ്രകാരം സുവിശേഷത്തിനായി ജനത്തെ പരിശീലിപ്പിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളിലെ ഇത്തരം പാഠഭാഗങ്ങൾ അവ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നതിൻ്റെ പേരിൽ അവഗണിക്കുന്നത് ശരിയായിരിക്കില്ല. നേരെ മറിച്ച് ഇത്തരം പാഠഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്ന പ്രത്യേകം വൈദഗ്ധ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പാഠഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്ന പരിശീലനത്തിലൂടെ നേടേണ്ടതാണ്. ഈ വൈദഗ്ധ്യം, ഈ ക്രൈസ്തവ കാഴ്ചപ്പാട് സുവിശേഷവും പെസഹ രഹസ്യത്തിലൂടെ യേശുക്രിസ്തു കൊണ്ടുവന്ന പുതിയ കൽപ്പനയും മനസ്സിലാക്കാനുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ അറ തുറക്കാനുള്ള വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിൻ്റെ അവസാന താക്കോൽ ഈ പാഠഭാഗങ്ങളെ ക്രിസ്തുവാകുന്ന ദിവ്യരഹസ്യത്തിൻ്റെ വെളിച്ചത്തിൽ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു വ്യാഖ്യാനത്തിലൂടെ സമീപിക്കാൻ എല്ലാ വിശ്വാസവും സഹായിക്കണമെന്ന്
പണ്ഡിതന്മാരെയും അജപാലകരെയും അവർ ഉത്ബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രയാസമേറിയ ഭാഗങ്ങളെ മനസ്സിലാക്കാൻ സഭയുടെ ഔദ്യോഗിക നിലപാടുകളിലൂടെ ടീച്ചിങ് നടത്തുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കാണ്? കൗൺസിലിൻ്റെ ബൈബിൾ വ്യാഖ്യാന സിദ്ധാന്തം സ്വന്തമാക്കേണ്ട മാർഗനിർദ്ദേശം 34-ാമത്തെ ഖണ്ഡികയാണ്. വിശുദ്ധങ്ങൾ ദൈവം മനുഷ്യരോട് മാനുഷികമായ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കാണാം. ദൈവം നമ്മെ അറിയിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് തിരിച്ചറിയുകയാണ് വിശുദ്ധ വ്യാഖ്യാതാക്കൾ ലക്ഷ്യമിടുന്നത്. എങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ രചന ഉദ്ദേശിച്ച അർത്ഥം എന്ത് എന്ന് ശ്രദ്ധാപൂർവ്വം അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ ഇത് നിങ്ങൾ ഈ ചാക്രികലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ സഭയ്ക്കാണ് ശരിക്കും വിശുദ്ധ ലിഖിതങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം. സഭ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കല്ല, സഭയുടെ മെജിസ്റ്റീരിയത്തിൻ്റെ കൂട്ടായ്മയ്ക്കാണ്, മാർപ്പാപ്പയ്ക്കാണ് വിശുദ്ധ ലിഖിതത്തെ ആധികാരികമായി പഠിപ്പിക്കാനുള്ള അവകാശം. അപ്പോൾ CCC പോലെയുള്ള കത്തോലിക്ക സഭയുടെ വേദോപദേശത്തെ 2000 വർഷത്തെ അപ്പസ്തോലിക ഉപദേശത്തെ തള്ളിക്കൊണ്ട് നമ്മൾ സാത്താൻ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ CCCയിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചാൽ അതുപോലും അംഗീകരിക്കാതെ പാമ്പ്ളാനി പിതാവ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു, മൈക്കിൾ കാര്യമറ്റോ അങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത, ഇത്തരം കാര്യങ്ങളിൽ ആഴത്തിൽ ബോധ്യമില്ലാത്ത കത്തോലിക്ക വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ തിന്മയുടെ ശക്തിയാണ് ജോഷ് ലൂയിസ് എന്ന് പറയുന്ന ഈ വെള്ളരിക്കുണ്ടുകാരനിലൂടെ, ജോഷേട്ടൻ എന്ന് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ഈ വെള്ളരിക്കുണ്ടുകാരനിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് തലശ്ശേരി രൂപതയുടെയും കത്തോലിക്ക സഭയിലെ സീറോ മലബാർ ചർച്ചിലെ ബിഷപ്പുമാരും തിരിച്ചറിയണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 2266 ഞാൻ വായിച്ചതാണ്. ഇങ്ങനെ നിരവധി ആശയങ്ങൾ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യഹോവ ചെയ്തു എന്ന് വ്യക്തമായി ബൈബിൾ പറയുന്ന പല കാര്യങ്ങളും യഹോവ ചെയ്തതല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ഇനി മറ്റൊരു കാര്യം, മത്തായി സുവിശേഷം 18:14 അവൻ അവരെയും അനുസരിക്കുന്നെങ്കിൽ സഭയോട് പറയുക, സഭയെ പോലും അനുസരിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജാതിനെ പോലെ ചുങ്കപ്പാരനെ പോലെ ആകട്ടെ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി പറയാണ്, നമ്മൾ സഭയെയാണ് അനുസരിക്കുന്നത്. നമ്മുടെ രൂപത അധികാരി എന്ന രീതിയിൽ പാപമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രൂപത അധികാരിയെ നമ്മൾ അനുസരിക്കും. രൂപത അധികാരി സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചോദ്യം ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉയർന്ന തട്ടിൽ നമ്മൾ പരാതി കൊടുക്കും. അവിടെയും തീരുമാനം, അത് വത്തിക്കാനിൽ വരെ നമുക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം പാമ്പ്ളാനി പിതാവ് എന്നെ വിളിച്ച് പറയുകയാണ്, നീ ഇനി തൊട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. എനിക്ക് വേണമെങ്കിൽ പാമ്പ്ളാനി പിതാവിൻ്റെ ഈ തീരുമാനത്തിനെതിരെ തട്ടിൽ പിതാവിൻ്റെ അടുത്തോ വത്തിക്കാനിലോ പരാതി കൊടുക്കാം. എൻ്റെ മൗലിക അവകാശം, സഭയിലുള്ള സുവിശേഷം പ്രഘോഷിക്കാനുള്ള മൗലിക അവകാശത്തെ പാമ്പ്ളാനി പിതാവ് തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ പോകാം, തെറ്റൊന്നുമല്ല. അവിടെ ഫൈനൽ വേർഡ് മാർപ്പാപ്പയുടേതാണ്. പക്ഷേ ചിലപ്പോൾ ഞാനത് അനുസരിക്കും. അമ്മ ത്രേസ്യൊക്കെ ചെയ്തതുപോലെ, ഈശോയെ നിനക്ക് വേണ്ടിയാണ് ഞാൻ വേല ചെയ്യുന്നത്, നിൻ്റെ പിതാവ്, നീ എനിക്ക് തന്ന പിതാവ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. മാക്സിമം ഞാൻ പാമ്പ്ളാനി പിതാവിനോ ഇത്രയേ ഉള്ളൂ, പാമ്പ്ളാനി പിതാവെ എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകൾ പാമ്പ്ളാനി പിതാവ് ഇവിടെ തടയുകയാണ്, ഞാൻ പിതാവിനെ അനുസരിക്കുന്നു. ഇനി എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളുടെയും കുറവുകളുടെ ഉത്തരവാദിത്വം പാമ്പ്ളാനി പിതാവിനാകും എന്ന് പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ നിർത്തും. സ്വിച്ച് ഇട്ടതുപോലെ ഞാൻ നിർത്തും. അപ്പം പിന്നെ ഞാൻ എൻ്റെ ജീവിതമാണ്, കാരണം എൻ്റെ സഭ എനിക്ക് തന്ന എൻ്റെ സഭയുടെ പിതാവ് എന്നെ വിലക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ മേരിയുടെ ഇടയിൽ അച്ഛൻ്റെ ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചായിരുന്നു. അച്ഛൻ്റെ ഈ വിഷയം ഞാൻ അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഒന്ന് കോൾ ചെയ്തതാണ്. അപ്പോൾ ഒരു കോൾ വന്നതാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് മുറിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ എന്തുകൊണ്ടാണ് നമ്മളിത് ഈ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇത്തരം ആളുകൾ, ജോഷിനെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സഭാവിരുദ്ധമായ നിലപാടുകൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ സഭയിൽ ഒന്നുമല്ല എന്നും, ഞാൻ വലിയ സഭയുടെ ആളാണെന്നും, സഭയിൽ സൺഡേ സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നതാണെന്നും, നിൻ്റെ ഇടവകയിൽ പോലും ധ്യാനം നടത്തിയവനാണെന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ ക്രെഡിബിലിറ്റി, ആളുകളുടെ ഇടയിൽ സ്വയം ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്ത് ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനും വികാരി അച്ഛനും ഒക്കെ തമ്മിലുള്ള സ്വകാര്യമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തു എന്നൊക്കെ നിങ്ങളോട് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഞാൻ ഇന്നുവരെ പാമ്പ്ളാനി പിതാവിനെ കോട്ട് ചെയ്ത് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം അന്ന് ജോഷിനോട് എനിക്ക് പറയേണ്ട വന്നു ചില കാര്യങ്ങൾ. അപ്പം ഈ രീതിയിൽ ഇത്തരം ആളുകളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം.
ശരിയാണ്, ജോഷ് വളരെ ശക്തമായി. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബെത്ലഹേം ടി വിയിൽ ഒരു വീഡിയോ 10-17 പേര് കണ്ട വിമത വിഭാഗത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു വീഡിയോ, ഒരു 5 മിനിറ്റ് നേരത്തെ സംഭാഷണം, അതൊക്കെ ഒരു കണക്കിന് എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പുള്ളി പറഞ്ഞ ആശയങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ സഭാസ്നേഹി എന്ന മോഹമൂടി ധരിച്ച് അറിഞ്ഞോ അറിയാതെയോ സഭാവിരുദ്ധമായ ആശയങ്ങൾ സഭയുടെ വിശ്വാസികളിലേക്ക് ചെലുത്താൻ ഇവർ ഇടയാകുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കുന്നു, ഇവർ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നു, ഇവർ സൺഡേ സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നു. ഇവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശയം എന്താണ്? സഭയെ ഉറകെടുത്തി കളയുന്ന ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ, 2000 വർഷത്തെ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ നശിപ്പിച്ച് കളയുന്ന തെറ്റായ വചന വ്യാഖ്യാനങ്ങൾ, തെറ്റായ വിശ്വാസങ്ങളാണ് ഇവർ സമൂഹത്തിലേക്ക് നൽകുന്നത്. ഇത് നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. അവസാന കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മതപരമായ ഒരു വഞ്ചന. കത്തോലിക്ക സഭയുടെ CCCയിൽ ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ച്, ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് മതപരമായ ഒരു വഞ്ചനയാണ്. അപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ തന്നെ സഭയുടെ യഥാർത്ഥ വിശ്വാസ സത്യങ്ങൾക്കെതിരെ, ഡോക്മകൾക്കെതിരെ വ്യാജമായ ആശയങ്ങൾ കുത്തിക്കയറ്റി വിശ്വാസികളെ യഥാർത്ഥ സഭാവിശ്വാസം ഉറകെട്ട് പോയ വിശ്വാസികളാക്കി മാറ്റുക. ഇതാണ് സഭ ചെയ്യുന്ന, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഭയുടെ അന്തിമ പരീക്ഷ CCC 675 ഞാനൊന്ന് വായിച്ചിരിക്കും. ക്രിസ്തുവിൻ്റെ 2ാം വരവിനും സഭ അന്തിമ പരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അത് പല വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. ഭൂമിയിലുള്ള അവരുടെ തീർത്ഥാടനത്തോട് ഒത്തുപോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും. മനുഷ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. അപ്പോൾ ഒരു മതപരമായ വഞ്ചനയുടെ രൂപത്തിലാണ് തിന്മ ഉള്ളിലേക്ക് കടക്കുന്നത്. യൂണിവേഴ്സലിസം പോലെ മനുഷ്യർ എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവം കരുണാമയനാണ്, ദൈവം നിങ്ങളോട് കരുണ കാണിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ആശയങ്ങൾ ഇതിനകത്ത് തിരികെ കയറ്റി സഭയുടെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ഉറകെടുത്തി കളയാണ്. തിരുവചനമാണ്, ദൈവിക വെളിപാടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 2000 വർഷത്തെ അപ്പസ്തോലിക വിശ്വാസത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം മനുഷ്യരോ മനുഷ്യബുദ്ധിയുണ്ടോ ദൈവശാസ്ത്രന്മാരോ ഉണ്ടാക്കിയതല്ല, സഭയുടെ ദൈവിക വെളിപാടാണ്. വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ ദൈവത്തിൻ്റെ വെളിപാടിനെ നമ്മൾ എങ്ങനെയാണ് യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യുക്തി ഉപയോഗിച്ച് ബൈബിളിനെ യുക്തിക്കുള്ളിലേക്ക് കൊണ്ടുവരികയല്ല, ബൈബിളിൻ്റെ വെളിപാടിനെ യുക്തി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായി ബൈബിൾ വന്നാൽ ബൈബിളിനാണ് പ്രാമുഖ്യം. ബൈബിൾ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. യേശു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പുരുഷ സ്പർശനമില്ലാതെ പരിശുദ്ധ കന്യാമറിയത്തിന് ശരീരം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവന് എന്ത് യുക്തിയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക? അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ബൈബിളിലുള്ള വിശ്വാസം, സഭയുടെ സുവിശേഷത്തിലുള്ള വിശ്വാസം, നമ്മൾ ബൈബിൾ വിശ്വാസികളല്ല, സഭയിലുള്ള പ്രബോധനം നമ്മൾ വിശ്വസിക്കും. അവിടെ വിശ്വാസമാണ്, അന്ധമായ വിശ്വാസമാണ്. അതിനൊരു തെളിവൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് 10 അടയാളങ്ങളിലൂടെ, 10 ശിക്ഷകളിലൂടെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ ദൈവം പുറത്തു കൊണ്ടുവന്നു പറഞ്ഞാൽ നമ്മൾ അത് അതേപടി വിശ്വസിക്കുകയാണ്. ദൈവമാണ് കൊണ്ടുവന്നത്, യാഹ്വയാണ് കൊണ്ടുവന്നത്. ചെങ്കടൽ പിളർത്തി എന്ന് പറഞ്ഞാൽ അത് വേലിയേറ്റ സമയത്ത് വേലിയിറക്കം നോക്കി മോശ ന്യൂട്രൽ കൊണ്ടുവന്നിട്ട് അത് യഹോവയുടെ പേരിൽ ആരോപിച്ചതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, യഹോവ തന്നെയാണ് പിളർത്തിയതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ലിബറൽ തിയോളജിയുടെയും ഒക്കെ യുക്തിയിലേക്ക് ബൈബിളിനെ ഇറക്കി, യുക്തി ഉപയോഗിച്ച് ബൈബിളിനെ വ്യാഖ്യാനിച്ച് ബൈബിളിൻ്റെ ദൈവികതയെ നശിപ്പിക്കുന്ന പ്രവർത്തനം 100% തെറ്റാണ് എന്ന് മാർപ്പാപ്പമാർ തങ്ങളുടെ പോളാർ മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തിയെ ഇത്തരക്കാർ ജോഷിനെ പോലെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ജോഷ് മാത്രമല്ല, ജോഷിനെ പോലെയുള്ള ബിഷപ്പുമാരുണ്ട്, ജോഷിനെ പോലെയുള്ള അൽമായരുണ്ട്, ജോഷിനെ പോലുള്ള വൈദികരുണ്ട്, ജോഷിനെ പോലുള്ള വലിയ ഡോക്ടറേറ്റൊക്കെയുള്ള UN-ൻ്റെ ബയോ എത്തിക്സ് കമ്മിറ്റിയിൽ പോലും അംഗങ്ങളായിട്ടുള്ള വൈദികരുണ്ട്. വളരെ പ്രമുഖരാണെന്ന് സമൂഹം കാണുന്ന വൈദികരുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. സഭയോട് ചേർന്ന് നിൽക്കുക, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുക, ഹോളിസിയോട് ചേർന്ന് നിൽക്കുക. ഹോളിസിയോട് ചേർന്ന് നമ്മൾ ബിഷപ്പുമാരെയും അച്ഛന്മാരെയും വൈദികരെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുക. ഇന്ന് സഭയെ, ഹൈറാർക്കിയെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് ബിഷപ്പുമാരുടെ ആ ഡിഗ്നിറ്റിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ കത്തോലിക്കൻ്റെയും ഏറ്റവും വലിയ അവകാശമാണ്. ഇപ്പം എറണാകുളം രൂപത്തിൽ വിമോചന ഒരു പ്രമുഖൻ ഷൈജു താക്കോൽക്കാരനാണെന്ന് തോന്നുന്നു വന്ന് ഞങ്ങളുടെ റൂമിലിരുന്ന് പറഞ്ഞതാണ്, ഒരു കത്തോലിക്ക ബിഷപ്പിനെ തെരുവിലിട്ട് തല്ലുക എന്നുള്ളതാണ് എൻ്റെ ജീവിതാഭിലാഷം.
കത്തോലിക്ക സഭയെ സംരക്ഷിക്കാൻ നടക്കുന്ന ഒരുത്തനാണ്. ശുഭപീഡിക്കലിൻ്റെ റൂമിലൊക്കെ ഇരുന്ന് കത്തോലിക്ക വിമത വിഭാഗത്തിന് വേണ്ടി അതിശക്തമായി സംസാരിക്കുന്ന ഒരുത്തനാണ്. പക്ഷെ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? യഹോവ പിശാചാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെ നിങ്ങൾ തിരിച്ചറിയുക, ഇവരുടെ കെണിയിൽ നിങ്ങൾ പോകാതിരിക്കുക, ഇവരെ വെറുക്കാതിരിക്കുക. ഇവർക്ക് വേണ്ടി, ജോഷിന് വേണ്ടിയൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശരിയായ സഭാവിശ്വാസത്തിലേക്ക് വരുവാനും ഈ ജോഷിലേക്കൊക്കെ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ലിബറൽ തിയോളജിയുടെയും തിന്മയുടേതുമായ ആശയങ്ങൾ കുത്തിച്ചെലുത്തിയിരിക്കുന്ന വൈദികർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുക. എല്ലാ വൈദികർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.